ഇന്ന് നമുക്ക് മാത്രാസ്പർശാസ്തു കൗന്ദേയ എന്ന ശ്ലോകമാണ് എടുക്കേണ്ടതായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് അതോടൊപ്പം തന്നെ നമ്മൾ കുലം, കുലധർമ്മം, കുലക്ഷയം, അങ്ങനെ കുറേ കാര്യങ്ങൾ കുലത്തെ സംബന്ധിച്ച് കേട്ടു. ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമാണ് ആൾക്കാർക്ക് കുലദേവതാ സങ്കല്പം. ഇതാരാ, എന്താ, അപ്പം അതിലുള്ള എൻ്റെ അഭിപ്രായങ്ങൾ അത് ഞാൻ പങ്കുവയ്ക്കാം. അപ്പം അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. കാരണം ഇന്നതൊരു വലിയ ഇഷ്യൂ ആണ്. കുലം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, കുലദേവതയെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അപ്പം ഈ കുലദേവതയെ കണ്ടുപിടിച്ചാലേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് സംശയവും ഉണ്ട്. പലർക്കും അവരുടെ കുലദേവതയെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് കുലം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത്. അത് നിങ്ങൾക്ക് സ്വീകരിക്കുകയോ തള്ളുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഭഗവാൻ തുടരുകയാണ്. ഭഗവാൻ അർജുനൻ മരണവും കർമ്മവും പ്രവൃത്തിയുമാണ് എടുത്തത്. പാപമുണ്ടാവുമല്ലോ ഈ പ്രവൃത്തികൾ ചെയ്താൽ. മറ്റേത് കൊല്ലുക, മരണം എന്നുള്ളതാണ്. അപ്പം ആദ്യം മരണത്തെ പറ്റിയാണ് എടുക്കുന്നത്. മരണം എന്ന് പറയുന്നതിനെ നമ്മളിപ്പോൾ അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്ക് കടക്കുകയല്ല, സമയമില്ലാത്തത് കൊണ്ട്. പക്ഷെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒരു വലിയ ഭാഗം വരെ വ്യത്യസ്ത രീതിയിൽ മരണത്തെ നോക്കിക്കാണാനും അറിയാനും ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം എന്നുള്ളതിനെ വ്യത്യസ്ത രീതിയിൽ നോക്കി കണ്ടിട്ട് അർജുനനോട് പറയുകയാണ്, അതുകൊണ്ട് മരിക്കും എന്നുള്ള പേടി വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം കഴിഞ്ഞ്. പിന്നെ കർമ്മം എന്താണ് എന്നുള്ള ഭാഗമാണ് കർമ്മണ്യേവാധികാരസ്തേ എന്നുള്ള ഭാഗത്തിലേക്ക് കടക്കുമ്പം ഭഗവാൻ എടുക്കുന്നത്. പിന്നെ ഈ രണ്ടെണ്ണത്തിനെ, കർമ്മത്തെയും മരണത്തിൻ്റെ അറിവുകളെയും വിസ്തരിച്ച് 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 തുടർന്നുള്ള അധ്യായങ്ങളിൽ പറയും. ഏകദേശം 10ാമത്തെ അധ്യായം കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ ഭാഗം കഴിയും. 11ാമത്തെ അധ്യായത്തിൽ വിശ്വരൂപ ദർശനം കൊടുക്കും. പിന്നെ ബാക്കി വെച്ചതെല്ലാം 15ാമത്തെ അധ്യായത്തിലെ രാജയോഗം എന്ന് പറയുന്ന അധ്യായത്തോടു കൂടി കഴിയും. പിന്നെ ബാക്കിയുള്ളത് നുറുങ്ങുകളാണ്. അവിടെ ഇവിടെയൊക്കെ പലതും വിട്ടുപോയത് അങ്ങനത്തെ കാര്യങ്ങളാണ് ഗീതയിലുള്ളത്. അപ്പം എല്ലാവരും ഇവിടെ ഇതിനു മുമ്പേ ഉണ്ടായിരുന്നു. ഞാനും നീയും ഈ രാജാക്കന്മാരും ഇല്ലാതിരുന്ന കാലം ഉണ്ടായിട്ടില്ല, ഇല്ലാതാവുന്ന കാലം ഉണ്ടാവുകയുമില്ല. അപ്പം അതെങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നീ ഇനിയും മരണത്തെക്കുറിച്ച്, ഒരു ദേഹം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച്, ദേഹവിയോഗത്തെക്കുറിച്ചിട്ടാണ് സങ്കടപ്പെടുന്നത് എങ്കിൽ അതിലർത്ഥമില്ല. കാരണം ബാല്യകാലത്തുണ്ടായിരുന്ന ശരീരത്തെ ഉപേക്ഷിച്ചിട്ടാണ് കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. കൗമാര കാലഘട്ടത്തിലുള്ള ശരീരത്തെ ഉപേക്ഷിച്ചിട്ടാണ് വാർദ്ധക്യകാലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പം ഒരു ശരീരത്തെ ഉപേക്ഷിക്കുന്നതാണ് നിനക്ക് ദുഃഖം തരുന്നതെങ്കിൽ നീ ബാല്യമില്ലാതാകുമ്പോഴും കൗമാരമില്ലാതാകുമ്പോഴും ദുഃഖിക്കുന്നില്ല. അപ്പോൾ ഇല്ലാത്ത ദുഃഖം നിനക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത് നിനക്ക് ഈ ശരീരത്തിൻ്റെ ഗതിവിഗതികളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനിച്ചു എന്നുള്ളത് വേറൊരാൾ പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. ഞാൻ ജനിച്ചു എന്ന് നമ്മൾ ആരും ജനിക്കുമ്പോൾ പറയാറില്ല. അതേപോലെ തന്നെ നമ്മൾ മരിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ നമ്മൾ ഉണ്ടാവില്ല. നമുക്കറിയില്ല നമ്മൾ മരിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുമോ കേൾക്കുമോ എന്ന്. അപ്പം ഞാൻ ജനിച്ചു എന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഞാൻ മരിച്ചു എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആകെ അങ്ങനെ പറയുന്ന ഒരു കഥാപാത്രം പണ്ടത്തെ ഒരു മായാവി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടികളുടെ ഒരു കാർട്ടൂൺ ഉണ്ട്. അതിൽ ഠമാർ എന്ന് വെടിവെക്കുമ്പം വെടി കൊള്ളുന്നയാൾ പറയും, ഞാൻ മരിച്ചേ എന്ന് പറഞ്ഞ് താഴെ വീണ് മരിക്കുന്ന ഒരു കുട്ടികളുടെ ഒരു കോമിക് സാധനമുണ്ട്. മായാവി ടുട്ടു എന്നൊക്കെ പറയുന്ന കഥാപാത്രം, മായാവിയുടെ ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തിലാണ് ഒരാൾ ഠമാർന്ന വെടി പൊട്ടുന്നത്. അപ്പം ഠമാർന്ന് വെടിവെക്കുന്ന സമയത്ത് കൊള്ളുന്ന ആൾ പറയുന്നുണ്ട്, ഞാൻ മരിച്ചേന്ന്. അതിൽ മാത്രമേ അങ്ങനെ പറയുന്ന ആളെ കാണുള്ളൂ. ഞാൻ മരിച്ചേന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഞാൻ ജനിച്ചു എന്നും നമുക്ക് പറയാൻ പറ്റില്ല.
നമുക്കാകെ അറിയാവുന്നത് ഒരേ ഒരു ബോധം മാത്രമാണ്, ഞാൻ ഉണ്ട് എന്ന ബോധം മാത്രമാണ് അറിയാവുന്നത്. നിങ്ങൾക്ക് വേറെ ഒരു ബോധം അറിയാൻ പറ്റില്ല. അപ്പോൾ വളരെ നമ്മൾ ഈ ചെയ്യുന്ന മെഡിറ്റേഷൻ അല്ലാതെ മറ്റൊരു മെഡിറ്റേഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനുണ്ട് എന്ന ബോധം നമുക്കില്ലേ, നമ്മുടെ നാമത്തിന് പകരം, ഇത് കുറച്ചുകൂടെ ഹയർ മെഡിറ്റേഷനാണ്. നാമത്തിന് പകരം, ശ്വാസോച്ഛ്വാസത്തിന് പകരം ഞാനുണ്ട് എന്ന ആ ബോധമില്ലേ, ആ ബോധത്തിൽ മെഡിറ്റേറ്റ്. നിസർഗദത്ത് മഹാരാജിൻ്റെ മെഡിറ്റേഷൻ അതാണ്. ഐ ആം ദാറ്റ് എന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകത്തിൽ അദ്ദേഹം ആദ്യം പറയുന്നത്, പിന്നീട് അദ്ദേഹം അതിനപ്പുറം പറയുന്നു. ഐ ആം ദാറ്റ് എന്നുള്ള മെഡിറ്റേഷനിൽ ഐ ആം എന്നുള്ള ബോധം, ഞാൻ, എൻ്റെ ഉമ്മ, ഞാനുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ബോധത്തിൽ വാക്കൊന്നും വേണ്ട, ഞാനുണ്ട് 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 എന്നൊന്നും പറയണ്ട. ആ ബോധത്തിൽ നിലകൊള്ളാൻ ശ്രമിക്കും. ആ ബോധത്തിൽ കൊള്ളാൻ ശ്രമിച്ചാൽ അദ്ദേഹം പറയണത് അത് ഈശ്വര ബോധത്തിൻ്റെ അംശമാണ്. അപ്പം ആ ബോധത്തിൽ നമുക്ക് കുറച്ച് നേരം നിൽക്കാൻ പറ്റില്ല, എളുപ്പമല്ല. ആ ബോധത്തിൽ നമ്മൾ നിന്ന് ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് തെറിച്ചു പോകും. ആ ബോധത്തിൽ ഇതേപോലെ നമ്മൾ തെറിച്ചു പോയി തിരിച്ചു വന്നു. ഞാൻ ഇവിടെ കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ എന്നുള്ള ബോധം നമുക്ക് ഹൃദയത്തിലാണ് ഫീൽ ചെയ്യുക. ഞാനുണ്ടെന്ന് ഇവിടെ അല്ല പറയാം, ഞാനുണ്ടെന്ന് ഇങ്ങനെയാണ് പറയുക. അപ്പം ഹൃദയത്തിലാണ് അത് ഫീൽ ചെയ്യാന്നുള്ളതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ആ ബോധത്തിൽ നമ്മൾ അങ്ങനെ നിന്നു വിട്ടുപോയി കുറച്ച് കാലം കഴിയുമ്പം ഈ വിട്ടുപോകുന്നത് കുറയും. ആ ബോധത്തിൽ കുറേ നേരം നിൽക്കാൻ തുടങ്ങുമ്പം ആ ബോധം നമ്മളെ മറ്റ് തലങ്ങളിലേക്ക് കൊണ്ടുപോകും. വേറെ ഒരാളുടെ സഹായം വേണ്ട, ഒരാളുടെ സഹായം വേണ്ട. ഇതൊക്കെ വളരെ ഹയർ മെഡിറ്റേഷൻ തലങ്ങളാണ്. എല്ലാ പ്രിലിമിനറി മെഡിറ്റേഷൻ രീതികളും എല്ലാ പ്രിലിമിനറി സാധനകളും ചെയ്തു കഴിഞ്ഞാൽ ഈ തലത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ഭഗവത്ഗീതയിലെ അവസാനത്തെ ശ്ലോകം, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാ സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. സർവധർമാൻ പരിത്യജ്യ. ധർമ്മം എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥമാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടത്, സ്വഭാവം എന്നുള്ളത്. അത് മാത്രമല്ല ഈ വാക്കിന് അർത്ഥമുള്ളത്, പല അർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥം മോഡിഫിക്കേഷൻ, മാറ്റങ്ങൾ എന്നാണ്. ധർമ്മത്തിന് വ്യത്യാസം, വെള്ളത്തിൻ്റെ ധർമ്മം വ്യതിയാനം വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവം മാറി. അപ്പൊ ധർമ്മം എന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷൻ, വികാരം എന്നർത്ഥം. വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം എന്നർത്ഥം. അപ്പം ആ മാറ്റങ്ങളെ എല്ലാം ഉപേക്ഷിക്കുക. ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ അതല്ല, ഞാൻ ഇതല്ല എന്നുള്ള ചിന്ത, അതിനെയെല്ലാം ഉപേക്ഷിക്കുക. സർവധർമാൻ പരിത്യജ്യ. ഞാൻ തടിച്ച ആളാണ്, മെലിഞ്ഞ ആളാണ്, പൊക്കം കൂടിയ ആളാണ്, പൊക്കം കുറഞ്ഞ ആളാണ്, നല്ല ആളാണ്, കഴിവുള്ള ആളാണ്, കഴിവില്ലാത്ത ആളാണ്, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, അങ്ങനത്തെ ചിന്തകളെല്ലാം ഉപേക്ഷിച്ചിട്ട് സർവധർമാൻ പരിത്യജ്യ. ഞാനിപ്പോൾ പറഞ്ഞ മെഡിറ്റേഷനാണത്. മാം ഏകം ശരണം വ്രജ. ഏകമായി നിൽക്കുന്ന മാം, എന്നെ, ഞാൻ എന്ന ബോധത്തെ ശരണം വ്രജ, അതിനെ ശരണം പ്രാപിക്കുക. അഹം ത്വാ സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. അഹം, ആ ബോധമില്ലേ, ഞാൻ എന്നുള്ള ബോധം, അത് നിങ്ങളുടെ എല്ലാ പാപങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും. ദുഃഖിക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ സർവധർമ്മങ്ങളെയും പരിത്യജിക്കുമ്പം ധർമ്മത്യാഗം പാപത്തിന് കാരണമാകും, പാപം ദുഃഖത്തിന് കാരണമാകും. അപ്പോൾ നിങ്ങൾ ഈ ഞാൻ എന്ന ബോധത്തിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങിയാൽ സകല പാപങ്ങളിൽ നിന്നും ആ ബോധം നിങ്ങളെ രക്ഷിച്ചുകൊള്ളും. വേറൊന്നും ചെയ്യണ്ട. അപ്പൊ ഇതൊക്കെ ഗീതയുടെ ഉയർന്ന തലങ്ങളിലുള്ള ആശയങ്ങളാണ്. ഗീത 4 തരത്തിൽ കേൾക്കാം, ഒരു തരത്തിലല്ല കേൾക്കുക. ഗീത 4 തരത്തിൽ കേൾക്കാം. ഒന്ന്, ഏറ്റവും ഉയർന്ന തലം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ തലത്തിൽ നിന്ന് കേൾക്കുക. ശ്രീകൃഷ്ണ പരമാത്മാവാണ് അർജുനനോട് ഇത് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പം നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഞാനും കേൾക്കുന്നുണ്ട്. എൻ്റെ വാക്കുകളുടെ അർത്ഥം, ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനേക്കാൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക എനിക്കാണ്.
അപ്പൊ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ തലത്തിൽ നിന്നുള്ള കേൾവി. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ വാക്കുകൾ അപൗരുഷേയങ്ങളാണ്. അപൗരുഷേയമായത് ശ്രുതിയാണ്. ശ്രുതി ആണ് നമ്മുടെ സംസ്കാരത്തിലെ പരമോന്നതമായിട്ടുള്ള സ്ഥാനം. ശ്രുതിയാണ്. ശ്രുതി അപൗരുഷേയമാണ്. അപൗരുഷേയം എന്ന് പറഞ്ഞാൽ പ്രയത്നത്തിലൂടെ, മനുഷ്യ പ്രയത്നത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നതല്ല. അത് ബിയോണ്ട് മനുഷ്യ പ്രയത്നമാണ്. അപൗരുഷേയം എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് വെളിപ്പെട്ട് വരുന്നത് എന്നർത്ഥം. പരമാത്മാവിന്റെ വാക്കുകൾ അപൗരുഷേയമാണ്, വെളിപ്പെട്ട് വരുന്നതാണ്. അത് ശ്രുതിയാണ്. അതാണ് ഏറ്റവും ഉയർന്ന തലം. ആ തലത്തിൽ നിന്ന് കേൾക്കുക, അത് ശ്രൗത കേൾവി, അതാണ് ഹയസ്റ്റ്. അതിൽ ടെക്സ്റ്റുകളൊന്നുമില്ല. അതിപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ചില ക്ലൂ നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടും. അത് വെച്ച് ബാക്കി ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ അത് പിക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അതൊക്കെ ഈശ്വരാനുഗ്രഹത്തിന്റെ തോതനുസരിച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ടെക്സ്റ്റുവൽ അല്ല, അതായത് റിട്ടൺ അല്ല. ഇത് ശ്രൗതമായിട്ടുള്ളത് റിട്ടൺ അല്ല, എവിടെ വെച്ചിട്ടില്ല. റിട്ടൺ ആയിട്ടുള്ളത് രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെയാണ്. രണ്ടാമത്തേത് അർജുനനാണ് ഈ കേൾക്കുന്നത്. അപ്പൊ അർജുനൻ എങ്ങനെയാ കേൾക്കുന്നത്? നേരത്തെ പറഞ്ഞു അനുശുശ്രൂമ, ഞാൻ പലതും കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പലതും കേട്ടതിന്റെ പശ്ചാത്തലത്തിൽ വെച്ചിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ പലതും കേട്ടത് എങ്ങനെയാ നമുക്ക് നമ്മുടെ ബോധത്തിലേക്ക് വരിക? ഓർമ്മയിലൂടെയാണ്. അപ്പൊ പലതും കേട്ടത് ഓർമ്മകളാണ്. ഓർമ്മകളുടെ തലത്തിൽ നിന്ന് കേൾക്കുക, ആർജിതമായ അറിവിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് കേൾക്കുക. ഓർമ്മകളുടെ തലം അത് സ്മൃതി, സ്മൃതിയുടെ തലം. സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർത്തെടുക്കുന്നതാണ്. ശ്രുതി എന്ന് പറയുന്നത് കേൾക്കുന്നതാണ്, ഫ്രഷാണ്. കേൾക്കുന്നത്, ശ്രുതി എന്നുള്ള വാക്കിന് കേൾക്കുന്നത്, കേൾക്കപ്പെടുന്നത്, കേൾക്കാനുള്ള ഇന്ദ്രിയം എന്നൊക്കെ അർത്ഥമുണ്ട് ശ്രുതി. സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മയാണ്, ഓർത്തെടുക്കുന്നതാണ്. അത് അനുശുശ്രൂമ, പലതും കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഓർത്തെടുക്കുക. അപ്പൊ അർജുനന്റെ ചോദ്യങ്ങളൊക്കെ നമ്മൾ വിശകലനം ചെയ്താൽ മനസ്സിലാകും. പൂർവാർജിതമായ അറിവിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് അർജുനൻ സംസാരിക്കുന്നത്. പൂർവാർജിതമായ അറിവ് വർത്തമാനകാലത്തിലേക്ക് വരുന്നത് ഓർമ്മകളിലൂടെയാണ്. ഓർമ്മ സ്മൃതിയാണ്. അർജുനന്റെ കേൾവി സ്മാർത്താണ്. സ്മാർത്ഥമായ രീതിയിലാണ് ശങ്കര ഭഗവത് പാദരുടേതടക്കമുള്ള എല്ലാ വ്യാഖ്യാനങ്ങളെല്ലാം എഴുതി വെക്കപ്പെട്ടതെല്ലാം സ്മാർത്ഥമാണ്. മൂന്നാമത്തെ തലം സഞ്ജയന്റെ തലത്തിൽ നിന്നുള്ള കേൾവി. 4 വരെ ഇത് കേൾക്കുന്നത്, 4 അല്ല അതിൽ കൂടുതലുണ്ട്, അതിലേക്ക് വരാം. മൂന്നാമത്തെ ആള് സഞ്ജയനാണ് ഇത് കേൾക്കുന്നത്. സഞ്ജയൻ കുറച്ച് കാലം മുമ്പ് കേട്ടതാണ് പറയുന്നത്, ഫ്രഷ് അല്ല. 10ാമത്തെ ദിവസം ഇത് പറയണത്. 10 ദിവസം മുമ്പ് എന്താ പറയുക, ഇനോഗ്രേഷൻ സമയത്താണ് ഇത് കേട്ടത്. 10 ദിവസം പഴക്കമുള്ളതായി പറയണത്. പഴയതാണ് പറയുന്നത്. പഴയത് പുരാണം, പൗരാണിക തലത്തിൽ നിന്നുള്ള കേൾവി. അങ്ങനെ കേൾക്കണമെങ്കിലും ക്വാളിറ്റി വേണം. കാരണം സഞ്ജയൻ സമ്യക്കാകും വണ്ണം ജയിച്ചവനാണ്. സഞ്ജയൻ സമ്യക്കാകും വണ്ണം എന്തിനെ ജയിച്ചവൻ? ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ. ഇന്ദ്രിയങ്ങളെ ജയിച്ചയാൾക്ക് മനസ്സിനെ ജയിക്കാൻ സാധിക്കും. അപ്പോൾ മനോജയമുള്ള ആളാണ് സഞ്ജയൻ, നിസ്സാരക്കാരനല്ല. 4ാമത്തെ ആളുടെ കേൾവി എത്ര കേട്ടിട്ടും ഒരു കാര്യവുമില്ല, കണ്ണു തുറക്കുകയല്ല. ഇങ്ങേരിത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ടാണ് ഭീമനെ കെട്ടിപ്പിടിച്ച് തവിടുകൂട്ടിയാക്കുന്നത്. അപ്പൊ ഈ കേട്ടതിൻ്റെ ഒരു വ്യത്യാസവും ഇല്ല. ഇതിൽ നമ്മുടെ കേൾവി എവിടെ പെടും? 4ാമത്തെ ഒരു വ്യത്യാസവുമില്ല. അത് ലൗകിക കേൾവി. അപ്പൊ ശ്രൗതം, സ്മാർത്ഥം, പൗരാണികം, ലൗകികം. കേട്ടിട്ട് ഒരു വ്യത്യാസവുമില്ല. ധൃതരാഷ്ട്രർക്ക് ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല ഇത് കേട്ട് കഴിഞ്ഞിട്ട്. കാരണം അത് മനസ്സിലാക്കിയിട്ടാണല്ലോ ഭഗവാൻ ഒരു ഇരുമ്പ് പ്രതിമയെ ഭീമനാണെന്ന് പറഞ്ഞ് വെക്കുന്നത്. ഇങ്ങേർക്ക് ഇരുമ്പ് പ്രതിമയെ തൊട്ടിട്ടുള്ള തണുപ്പ് കൊണ്ട് അത് ഭീമനാണോ എന്ന് പോലും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് കണ്ണു തുറന്നിട്ടില്ല. അത് ധൃതരാഷ്ട്രരുടെ കേൾവി. ഇവർ 4 പേരുമാണ് ആക്റ്റീവായിട്ട് കേട്ടവർ. ഇനി വേറെ 3 പേരും കൂടെ ഗീത കേട്ടിട്ടുണ്ട്. ഒന്ന് ഹനുമാൻ സ്വാമി, ഈ രഥത്തിന്റെ കൊടിയടയാളത്തിൽ ഇരിക്കുന്ന ഹനുമാൻ സ്വാമി.
ഈ നമ്മളിടയ്ക്ക് പറയാറില്ലേ, മുകളിൽ ഒരാളുണ്ട് എന്ന് മറന്നുപോയി എന്ന്. ആ കൃഷ്ണൻ അത് മറന്നുപോയി. കൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇത് വളരെ ഗോപ്യമായതാണ്, ഇത് വളരെ രഹസ്യമായതാണ്. 15-ാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ഇത് അതിഗുഹ്യവും ഗോപ്യവുമാണ്. 18-ാമത്തെ അധ്യായത്തിൽ ഇത് ആർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം, ഇത് വളരെ ഗോപ്യമായതാണ്, ഇത് രഹസ്യമായതാണ്, അങ്ങനെ ഇങ്ങനെയൊന്നും കൊടുക്കാൻ പാടുള്ളതല്ല എന്നൊക്കെ കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പൊ കൃഷ്ണൻ മറന്നുപോകും, ഇതൊക്കെ മുകളിൽ ഒരാൾ കേട്ടോണ്ടിരിപ്പുണ്ടെന്നുള്ളത് കൃഷ്ണൻ അങ്ങ് മറന്നുപോകും. കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്പോഴാണ് കൃഷ്ണൻ ഹനുമാൻ സ്വാമിയെ കാണുന്നത്. അപ്പൊ ഹനുമാൻ സ്വാമി ഇങ്ങനെ ഇരുന്ന് പിറുപിറുക്കുക. അപ്പൊ കൃഷ്ണൻ വിചാരിച്ചു യുദ്ധം കണ്ട് നൊസായി പോയതായിരിക്കും, സാധ്യതയുണ്ട്. ഇങ്ങനെ ആകെ കണ്ടിട്ടുള്ള യുദ്ധം രാമരാവണ യുദ്ധമാണ്. രാമരാവണ യുദ്ധമൊന്നും ഈ മഹാഭാരത യുദ്ധത്തിന്റെ 10,000-ൽ വരില്ല. മഹാഭാരത യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ രംഗങ്ങള് മനസ്സിലേക്ക് ആവിഷ്കരിക്കാത്തത് കൊണ്ടാണ് കുഴപ്പമൊന്നും ഉണ്ടാവാത്തത്. അത് ആവിഷ്കരിച്ചാൽ ഗാസ്കിയായിട്ടുള്ള ഒരു യുദ്ധമാണത്. അത്രയധികം മാറ്റം നമ്മളിൽ ഉണ്ടാക്കും ആ കഥ കണ്ടുകൊണ്ട് കേട്ടാൽ. അപ്പൊ ഈ യുദ്ധം കണ്ടിട്ട് ഇവിടെ ഡയറക്റ്റായിട്ട് കാണുകയാണല്ലോ, ഇങ്ങനത്തെ നൊസായി പോയതാണെന്ന് വിചാരിച്ച്. അങ്ങനെ വിചാരിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, ഹനുമാൻ സ്വാമി എന്താ ഈ പെറുപെറുക്കുന്നത്? അറിയണമല്ലോ, മുപ്പരുടെ കൊടിയിലിരിക്കുന്ന ആളാണല്ലോ, നൊസായി പോയ ട്രീറ്റ്മെന്റ് വല്ലതും കൊടുക്കാൻ പറ്റുമോ എന്ന് അറിയാനായിരിക്കും ചോദിച്ചത്. അപ്പൊ ഹനുമാൻ പറയാണ്, ഭഗവാനെ അന്ന് ആദ്യത്തെ ദിവസം, ഇനോഗ്രേഷൻ സെറിമണിയുടെ ദിവസം, അന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങള് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുത്തില്ലേ, അത് മറന്നു പോകാതിരിക്കാൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോഴാണ് കൃഷ്ണന് മനസ്സിലായത് എല്ലാം കേട്ടുകൊണ്ട് മുകളിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉടനെ ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു, അത് നിങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല, മറന്നുപോയതാ, പക്ഷെ ഇത് വേറെ ആരോട് പറയരുത്. ഹനുമാൻ സ്വാമി പറഞ്ഞു, അങ്ങനെയായാൽ ശരിയാവില്ല. അമൂല്യമായത് അമൂല്യമാണ് എന്ന് വരണം എന്നുണ്ടെങ്കിൽ ഒരു 4 പേർ അറിയണം. അല്ലെങ്കിൽ അത് അതിൻ്റെ അമൂല്യത എന്താ? നമ്മുടെ കയ്യിൽ അമൂല്യമായ ഒരു സാധനമുണ്ട്, എനിക്ക് മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് ഇപ്പം എന്താ കാര്യം? അപ്പം ഞാൻ ഒരാളോട് പറയും, അയാൾ വേറൊരാളോട് പറയും, അങ്ങനെ നാട്ടിൽ മുഴുവൻ ഇത് പാട്ടാവും. ആരും അറിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യും. അപ്പം അമൂല്യമായത് അമൂല്യമാകണമെന്നുണ്ടെങ്കിൽ 4 ആൾ അറിഞ്ഞേ പറ്റും. അപ്പോൾ കൃഷ്ണൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, എന്തായാലും ഹനുമാൻ സ്വാമി ഈ ഫോമിൽ ഇത് വെളിപ്പെടുത്തരുത്. അങ്ങനെ ഹനുമാൻ സ്വാമി മറ്റൊരു അവതാരമെടുത്ത് സംസ്കൃത ഭാഷയിലല്ല, പൈശാചി ഭാഷയിൽ, പൈശാചി ഭാഷ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഭാഷ എന്നല്ല അർത്ഥം. സംസ്കൃതം മാത്രമല്ല ഭാരതത്തിലുണ്ടായിരുന്ന ഭാഷ, സംസ്കൃതത്തില് പ്രാകൃത ഭാഷകളുണ്ടായിരുന്നു. മാഗധി, അർദ്ധമാഗധി, പൈശാചി ഭാഷ, പാലി, ഇതൊക്കെ അതിൽപ്പെടുന്നതാണ്. അങ്ങനെ പല ഭാഷകളും ഭാരതത്തിലുണ്ടായിരുന്നു. അതിൽ പൈശാചി ഭാഷയിലാണ് ഹനുമാൻ സ്വാമി കേട്ടത് എഴുതി വെച്ചത്. അതിനെ പിന്നീട് ആ ഭാഷയിൽ നിന്ന് സംസ്കൃത ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത്, അങ്ങനെ പ്രാകൃത ഭാഷകളിൽ ഉണ്ടായിരുന്ന പല ഗ്രന്ഥങ്ങളും സംസ്കൃത ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പെരിയ പുരാണം തമിഴിലാണ് എഴുതിയത്. അത് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഹസ്രാവധാനി ശ്രീനിവാസ രത്നഖേഡർ, സഹസ്രാവധാനി രത്നഖേഡർ ശ്രീനിവാസ ദീക്ഷിതർ, അദ്ദേഹമാണത്. അപ്പയ്യ ദീക്ഷിതർ, ചതുർമത സ്ഥാപകനായിട്ടുള്ള അപ്പയ്യ ദീക്ഷിതരുടെ ഭാര്യയുടെ അച്ഛൻ. ഈ ശ്രീനിവാസ ദീക്ഷിതരാണ് പെരിയ പുരാണം സംസ്കൃതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പം സംസ്കൃതത്തിൽ നിന്ന് ഇങ്ങോട്ട് മാത്രമല്ല വന്നിട്ടുള്ളത്, ഇവിടുന്ന് അങ്ങോട്ടും പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹനുമത് കൃത ഭഗവത്ഗീതാഭാഷ്യം എന്നാണ് ഇതിന്റെ പേര്. ഇന്റർനെറ്റിൽ കയറിയാൽ നമുക്കിത് ലഭ്യമാണ്. സംസ്കൃതത്തിലേ ഉള്ളൂ, വേറെ ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലൊന്നും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് 5-ാമത്തെ ആള് ഹനുമാൻ സ്വാമി. പിന്നെ വേറെ ആരോടും ഇത് പറഞ്ഞിട്ടില്ല. 5-ാമത്തെ ആള്. പിന്നെ 2 പേരും കൂടെ കേട്ടിട്ടുണ്ട്. ഒന്ന് വ്യാസഭഗവാനും മറ്റൊന്ന് ഗണേശ ഭഗവാനും. അങ്ങനെ 7 പേരാണ് ഇത് കേട്ടത്. ഗണേശ ഭഗവാനും വ്യാസഭഗവാനും ന്യൂട്രലാണ്. അവരിതിനകത്ത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഒന്നുമില്ല. കേൾക്കുക, അവർ റെക്കോർഡേഴ്സാണ്. അത് എഴുതി വയ്ക്കും, കേട്ടു, എഴുതി വെച്ചു, അത്രയേ ഉള്ളൂ. അവർക്ക് ഇതിനകത്തൊന്നും വേറെ കയ്യില്ല. അങ്ങനെ 7 പേരാണ് ഗീത നേരെ കേട്ടത്. അപ്പോൾ അവിടെ ഒരു സംശയമുണ്ട്. ഇത്രയും മഹനീയമായ ഒരു അറിവ് വാസ്തവത്തിൽ കൃഷ്ണന് പറഞ്ഞു കൊടുക്കുമ്പോൾ, കൃഷ്ണ അർജുനന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചുരുങ്ങിയത് നമ്മൾ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുന്നത് പോലെ ഒരു ചെറിയ ബിഗ് നോട്ടീസ് എങ്കിലും അടിച്ച് വിതരണം ചെയ്തുകൂടായിരുന്നോ? കാരണം ആ കുരുക്ഷേത്ര ഭൂമിയിൽ ക്ഷത്രിയരല്ലാത്തവരാരും ഉണ്ടായിരുന്നില്ല.
എല്ലാവരും യോദ്ധാക്കളാണ്, കഴിവുള്ളവരുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ സ്കില്ലുള്ളവരായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ചോദിക്കുന്നവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ. ഈ കാഴ്ച കണ്ടപ്പോൾ ആരിലാണോ മനഃപരിവർത്തനം ഉണ്ടായത്, ആ മനഃപരിവർത്തനം ഉണ്ടാകുന്ന ആൾക്ക് മാത്രമേ ഈ ഉയർന്ന അറിവുകൾ വെളിപ്പെടുത്തി കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ദുര്യോധനന്റെ യുധിഷ്ഠിരനെയും, യുധിഷ്ഠിരൻ എന്ന വളരെ ക്വാളിഫൈഡ് പേഴ്സൺ അല്ലേ, ഈ 12 വർഷക്കാലത്തെ വനവാസ സമയത്ത് അദ്ദേഹം മാർക്കണ്ഡേയാദി മഹാമുനികളെ കണ്ട് അറിവ് സമ്പാദിക്കുകയായിരുന്നു. അപ്പം ആക്ട് പേഴ്സൺസിൽ ഒന്നാണ് യുധിഷ്ഠിരൻ എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷെ യുധിഷ്ഠിരന് മനഃപരിവർത്തനം ഉണ്ടായില്ല, ഭീമനുണ്ടായില്ല, നകുല സഹദേവന്മാർക്കുണ്ടായില്ല, ദൃഷ്ടദ്യുമ്നനുണ്ടായില്ല. ആരുടെ ജീവിതത്തിലാണോ കാഴ്ചപ്പാടുകൾ ഒരു ക്രൈസിസിനെ ഉണ്ടാക്കുന്നത്, ആ ക്രൈസിസ് ഉണ്ടാകുന്ന ആൾക്ക് മാത്രമേ ക്ലാരിറ്റിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻ ഒരനുഗ്രഹമാണ്. കൺഫ്യൂസ്ഡ് ആകണം, എന്നാലേ ക്ലാരിറ്റി വരുള്ളൂ. കൺഫ്യൂസ്ഡ് ആകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് കൺഫ്യൂസ്ഡ് ആകുന്നത്. ചിന്തിക്കുന്നില്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ആരിലാണോ ഈ പരിവർത്തനം ഉണ്ടായത്, അർജുനൻ ടോട്ടലി കൊലാപ്സ് ചെയ്യാണ്. അവിടെ നിന്നാണ് ഭഗവാൻ ഇത് പറയുന്നത്. 1 to 1 ആണ് ഗീത, 1 to many അല്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാവരെയും വിളംബരം ചെയ്ത് പഠിപ്പിക്കേണ്ടതല്ല. അവസാനം പറയുന്നുണ്ട് ആർക്കൊക്കെ ന ഷഠായ ന മൂർഖായ ന അഭക്തായ എന്ന് അവസാനം പറയുന്നുണ്ട്. ഷഠന്മാർക്ക്, ഷാഠ്യമുള്ളവർക്ക്, പിടിവാശിയുള്ളവർക്ക്, താൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് ഉറപ്പിച്ച് വാദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അവരവരുടേതായിട്ടുള്ള ഇട്ടാവട്ട ഭൂമികയിൽ നിന്ന് ചലിക്കുവാൻ വിസമ്മതിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അഭക്തന്മാർക്ക്, പറഞ്ഞു കൊടുക്കുന്ന ആളോട് ആദരവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ദുഷ്ടന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇത് മുഴുവൻ വളച്ചൊടിച്ച് ആവശ്യമില്ലാത്ത രീതിയിലാക്കി കളയും. അപ്പൊ അങ്ങനെ ഇത് ആർക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഉള്ളതിന് നിയമമുണ്ട്. എങ്ങനെ കേൾക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രദ്ധയോടുകൂടി കേട്ടാലേ ശരിയാവുള്ളൂ. ഒറ്റ ക്വാളിഫിക്കേഷനേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ കേൾക്കണം? ശ്രദ്ധയോടുകൂടി കേൾക്കണം. ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്ന് പറഞ്ഞാൽ പൂർവാർജിതമായ അറിവുകളെ ഒന്ന് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആക്കിക്കൊണ്ട് വേണം കേൾക്കാൻ. അപ്പൊ ശ്രൗതമായ തരത്തിൽ നിന്നുള്ള കേൾവിയിലാണ് സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം, നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ എന്നുള്ള ബോധം, അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. അതൊരു മെഡിറ്റേഷൻ. ഇതിൽ ഒരുപാട് ശ്ലോകങ്ങൾ മെഡിറ്റേഷന് നമ്മളെ സഹായിക്കുന്നതാണ്. വ്യത്യസ്ത തരത്തിലുള്ള മെഡിറ്റേഷൻ ആണ് ഇതിനകത്ത് പറയുന്ന പല ശ്ലോകങ്ങളും. ഗീത സാഖ്യയോഗാധിഷ്ഠിതമായിട്ട് പറയുന്ന ഒരു ടെക്സ്റ്റാണ്. സാഖ്യവും യോഗവും ഒക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രീ യോഗ, പ്രീ സാഖ്യ ആശയങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ രഹസ്യമായിട്ടുള്ള ഒരുപാട് സാധനാ സമ്പ്രദായങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഇത് ഒരു മെഡിറ്റേഷനാണ് ഈ ഞാൻ എന്നുള്ള ബോധം. അതേപോലെ തന്നെ മറ്റൊരു മെഡിറ്റേഷനാണ് ഇന്നലെ നമ്മൾ കേട്ടത്. നമ്മളുടെ ഉൽപ്പത്തിയെ പറ്റിയിട്ട് നമ്മൾ പുറകോട്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എന്നും ഇവിടെ ഉണ്ട്. ആ ചിന്ത ഉറച്ചാൽ നമ്മൾ ഈ എന്താ പറയുക, ബോഡി ബൗണ്ട് ആയിരിക്കുകയില്ല. അതൊക്കെ ഒരു മെഡിറ്റേഷനാണ്. പിന്നെ അടുത്തതിലേക്ക് കടക്കുകയാണ്. ഇനി മറ്റൊരു വലിയ അറിവിലേക്ക് ഭഗവാൻ നമ്മളെ നയിക്കുകയാണ്. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദ ആഗമാപായിനോ അനിത്യാസ്താം തിതിക്ഷസ്വ ഭാരത. ഇവിടെ ഭാരത എന്ന് സംബോധന ചെയ്യുന്നത് അർജുനനെ. ഇതിനു മുമ്പ് നമ്മളൊരിടത്ത് ഭാരത എന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് ധൃതരാഷ്ട്രരെ സംബോധന ചെയ്യുന്നത്. കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഈ വാക്ക് ഒന്നുകിൽ പ്രാർത്ഥനയായിരിക്കും അല്ലെങ്കിൽ ധൃതരാഷ്ട്രരെ ആയിരിക്കും. ഇവിടെ ഭാരത എന്ന് പറയുന്നത് അർജുനനെയാണ്. മാത്ര എന്നുള്ള വാക്കിന് അർത്ഥം മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത. മാത്രകളുടെ സ്പർശം, അതെന്താന്ന് ഞാൻ പറയാം. മാത്രകളുടെ സ്പർശം കൊണ്ടാണ് അല്ലയോ കുന്തിപുത്ര, അത് നമുക്ക് വേണം ആ വാക്ക്. കാരണം ഞാൻ ഈ ശ്ലോകത്തിന്റെ അർത്ഥം വിസ്തരിച്ചു കഴിഞ്ഞാൽ കുലദേവത എന്നുള്ള സങ്കല്പത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അവിടെ കൗന്ദേയ എന്നുള്ള വാക്ക് നമുക്ക് ആവശ്യമായിട്ട് വരും. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത. ഈ മാത്രകളുടെ സ്പർശമാണ് അല്ലയോ കുന്തിപുത്ര ശീതം, ഉഷ്ണം, തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം ഇതിനെയൊക്കെ
ഉണ്ടാക്കുന്നത്, ഇതിനെയൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അല്ലയോ അർജുന, ഇതാണ് ഇവ ആഗമാപായിനോ, ഇത് വന്നു പോകുന്നതാണ്. അനിത്യമാണ്. താം സ്ഥിതിക്ഷസ്വ, അതിനെ, ഈ വന്നു പോകുന്ന അനിത്യമായതിനെ തിതിക്ഷസ്വ, തീവ്രതയോടുകൂടി അതിനെ അനുഭവിക്കണം. അല്ലയോ ഭാരതം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. അപ്പൊ അതില് നമുക്ക് മാത്ര എന്നുള്ള വാക്കിന്റെ അർത്ഥം എടുക്കണം. മീയന്തേ പ്രമീയന്തേ ഇതി മാത്ര. മാത്ര എന്നുള്ള വാക്കിന്റെ അർത്ഥം മീയന്തേ പ്രമീയന്തേ ഇതി മാത്ര. അതായത് അളക്കപ്പെട്ടത്, അറിയപ്പെടുന്നത്, അതാണ് മാത്ര. അറിയപ്പെടുന്നതെല്ലാം അളക്കപ്പെട്ടതാണ്. മീയന്തേ പ്രമീയന്തേ ഇതി മാത്രാഹ. അളക്കപ്പെട്ടതും അറിയപ്പെടുന്നതുമാണ് മാത്രം. നമ്മൾ എന്തറിഞ്ഞാലും അത് പരിമിതമായതാണ്. അപരിമിതമായതിനെ അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞത്, ഉപ്പുപാവ ഉപ്പളക്കാൻ കടലിൽ പോയതുപോലെ. അളക്കാൻ പറ്റുമോ? അതിന് പറ്റില്ല. നിങ്ങൾക്ക് ഇനി ഞാനടക്കമുള്ളവരെ ഞാനിപ്പോൾ പറയുന്നത്, നിങ്ങൾക്കൊരിക്കലും ഈശ്വരനെ അറിയാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ എന്തിനെ അറിഞ്ഞാലും അത് പരിമിതമായതായിരിക്കും. അതുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിന്റെ പരിധിയിൽ വരുന്നതല്ല ഈശ്വരൻ. ആധുനിക ശാസ്ത്രം കൊണ്ട് തെളിയിക്കപ്പെടാൻ ഒരിക്കലും കഴിയുന്ന ഒരു സത്യമല്ല ഈശ്വരൻ. കാരണം സയൻസ് എന്തിനെ പഠിക്കണമെങ്കിൽ, മോഡേൺ സയൻസ് എന്തിനെ പഠിക്കണമെന്നുണ്ടെങ്കിലും അത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അത് മെഷറബിൾ ആയിരിക്കണം. ഇതാണ് സയൻസിന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ക്രൈറ്റീരിയ. ഇതാണ് ഡിഫൈനബിൾ ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, ആയിരിക്കണം, അളക്കാൻ പറ്റുന്നതായിരിക്കണം. അതിൽ ചെറിയ 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 മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ക്വാണ്ടം മെക്കാനിക്സിലാണ് സംഭവിക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൽ ഈ ഡിഫൈനബിളും മെഷറബിളും ഒക്കെ തെറ്റുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്കിപ്പം ചർച്ച ചെയ്യാനോ എടുക്കാനോ ഉള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. സാമാന്യ ശാസ്ത്രം ഈ പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് കൊണ്ട് ഇപ്പം കോൺഷ്യസ്നെസ്സിൻ്റെ തലത്തിലേക്ക് എത്തുകയും കോൺഷ്യസ്നെസ് ആണ് എല്ലാം എന്നുള്ള തലത്തിലേക്കൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതെടുക്കാൻ നമുക്കിപ്പോൾ പറ്റാത്തത് കൊണ്ട് അത് ഞാൻ ഒഴിവാക്കി നിർത്തുകയാണ്. അത് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ നമുക്കത് ഇപ്പം ചർച്ച ചെയ്താൽ നമുക്ക് അതെല്ലാവർക്കും മനസ്സിലാവില്ല, സമയം വെറുതെ പോകും. പക്ഷെ സാമാന്യഗതിയിൽ ശാസ്ത്രം നിർവചിക്കപ്പെടുന്നതിനെയും അളക്കാൻ പറ്റുന്നതിനെ പറ്റിയും മാത്രമാണ് പഠിക്കുക. അതുകൊണ്ടാണ് അവർ പറയുന്നത് സയന്റിഫിക് ആകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിപ്പീറ്റബിൾ. അത് ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ളതിനെ മാത്രമേ സയൻസ് അംഗീകരിക്കുകയുള്ളൂ. പാരാസെറ്റമോൾ കഴിച്ചാൽ പനി മാറും എന്നുള്ളത് റിപ്പീറ്റഡ്ലി പ്രൂവനാണ്. അതൊരാൾക്ക് മാത്രമല്ല പാരാസെറ്റമോൾ കഴിച്ചപ്പോൾ പനി മാറിയിട്ടുള്ളത്. അനവധി ആൾക്കാർക്ക്, വളരെ കുറച്ച് പേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും, ലിവറിന് പ്രശ്നമുള്ളവർ അങ്ങനെ കുറച്ച് പേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പാരാസെറ്റമോൾ കഴിച്ചാൽ പനി മാറും. അതാണ് സയന്റിഫിക്. അത് ഡിഫൈനബിൾ ആണ്, അത് മെഷറബിൾ ആണ്. നമ്മുടെ മഹർഷി ഈശ്വരന്മാര് അവർ ഈശ്വരനെ അറിഞ്ഞവരാണ്. അവര് ഈശ്വരനെ എങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്? നിർവചനീയമാണ് ഈശ്വരനാണെന്നാണോ അനിർവചനീയമാണെന്നാണോ? അനിർവചനീയമാണ്. അളക്കപ്പെടാൻ പറ്റുന്ന ആളാണ് ഈശ്വരനെന്നോ അനന്തമായതാണ് ഈശ്വരനെന്നോ? അനന്തമായത്. അപ്പൊ ശാസ്ത്രം, സയൻസ് എങ്ങനെ ഈശ്വരനെ അറിയും? മോഡേൺ സയൻസ് എന്ന് ഈശ്വരനെ അറിയുന്നുവോ, ഉണ്ട് എന്ന് പറയുന്നുവോ? ഈശ്വരൻ ഉണ്ട് എന്ന് മോഡേൺ സയൻസ് പറയുന്ന നിമിഷം ഈശ്വരൻ ചത്തുപോകും. ആധുനിക ശാസ്ത്രത്തിന്, ക്വാണ്ടം മെക്കാനിക്സും പൂർണ്ണമായിട്ടും ഒന്നും ഇതിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സ് അടക്കമുള്ള ആധുനിക ശാസ്ത്രത്തിന് ഒരു കാരണവശാലും ഈശ്വരൻ, ഭാരതീയ സങ്കല്പം, ഞാൻ സെമിറ്റിക് സങ്കല്പങ്ങളല്ല പറയണം, ഭാരതീയ സങ്കല്പമല്ലത് സമ്യക്കാകുംവണ്ണം കൽപ്പിക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിൽ നല്ലവണ്ണം ഉള്ളത് എന്നൊരർത്ഥവും കൂടി സങ്കല്പത്തിനുണ്ട്. ആ അർത്ഥത്തിൽ
ഭാരതീയ സങ്കല്പമനുസരിച്ച്, ഭാരതീയ മഹർഷീശ്വരന്മാരുടെ അഭിപ്രായമനുസരിച്ച് ഈശ്വരനെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കില്ല. നിങ്ങൾ എന്തിനെ അറിഞ്ഞാലും അത് അളക്കപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈശ്വരനെ കാണാൻ പറ്റില്ല. അപ്പൊ കണ്ടു എന്ന് പറയുന്നവരോ അത് ഒരു ഭ്രമം മാത്രമാണ്. കാണാൻ പറ്റില്ല. കണ്ടാൽ അത് ലിമിറ്റഡാണ്. നിങ്ങളുടെ കണ്ണിന് 7 നിറങ്ങളിൽ കൂടുതൽ, അതിന്റെ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും അല്ലാതെ വേറെ ഒരു നിറവും കാണാൻ പറ്റില്ല. 20 മുതൽ 20,000 ഹെർട്സ് വരെയുള്ള ശബ്ദത്തിന് അപ്പുറവും ഇപ്പുറവും നിങ്ങളുടെ കാതിന് കേൾക്കാൻ പറ്റില്ല. നിങ്ങളുടെ തൊലിക്ക് ഒരു പ്രത്യേക താപപരിധിക്കകത്തുള്ളത് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ മുകളിൽ പോയാൽ കൈ പൊള്ളും, അതിൽ താഴെ വന്നാൽ കൈ മരവിക്കും. നിങ്ങൾക്ക് ഏതാനും ചില മണങ്ങളും ഏതാനും ചില രുചികളും മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളെന്ന് പറയുമ്പോൾ ഞാനും കൂടി ചേർന്നിട്ടാണ്, അല്ലാണ്ട് എന്നെ ഒഴിവാക്കിയിട്ടല്ല. അതായത് എനിക്കിതെല്ലാം അറിയാൻ പറ്റും, നിങ്ങൾക്ക് പറ്റില്ല എന്നല്ല. നമുക്ക് എന്നാണ് പറയേണ്ടത്. അത് വരികയല്ല വായില്ല, അതുകൊണ്ടാണ് അത് പറയാത്തത്. വായി വന്നാൽ ഞാൻ അങ്ങനെയാക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാൻ പറ്റില്ല. ഒരിക്കലും അറിയില്ല. കണ്ണിന് ഈ 7 നിറങ്ങളെ കാണാൻ പറ്റുള്ളൂ. ഇതിന്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്. നോർമൽ കണ്ണുകൾക്ക് ഇത്രേ പറ്റുള്ളൂ, നോർമൽ കാതുകൾക്ക് ഇത്രേ പറ്റുള്ളൂ, ബാക്കിയല്ല നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് അത്രേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 11ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നത്, ഇത് നഗ്നനേത്രങ്ങൾ കൊണ്ട് നിനക്ക് കാണാൻ സാധിക്കുകയില്ല അല്ലയോ അർജുന, അതുകൊണ്ട് നിന്റെ ഡിവൈൻ ഐ, ദിവ്യനേത്രം ഞാൻ തുറന്നു തരാം എന്നാണ്. അതാണ് അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന. ഏകവചനാണ് ചക്ഷു. ചക്ഷു ശരിക്കും 2 കണ്ണുകളില്ലേ, പക്ഷെ ചക്ഷു എന്നുള്ള പദം ഏകവചനാണ്. ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരു തുറന്നു തരുന്ന ഏകനേത്രം, അകക്കണ്ണ്. അകക്കണ്ണ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ്യൂഷനാണ്. ആ അകക്കണ്ണ് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇത് ഞാൻ പറഞ്ഞതിന് വല്ലാത്ത ചീത്ത കേട്ട ഒരാളാണ് ഞാൻ. അപ്പൊ ഉടനെ ചോദിക്കും രാമകൃഷ്ണ പരമഹംസരെ കണ്ടതോ എന്ന്. അത് രാമകൃഷ്ണ പരമഹംസരുടെ ജീവചരിത്രം നിഷ്പക്ഷമായി വായിക്കാത്തവർ ചോദിക്കുന്ന ചോദ്യം മാത്രമാണത്. കാരണം തോതാപുരിയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടാകുമ്പം തോതാപുരി വളരെ വ്യക്തമായിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസരോട് പറയുന്നുണ്ട്, നീ കാണുന്ന ദേവി നിന്റെ ഭ്രമം മാത്രമാണ്. അതൊന്നും ഞാനുണ്ടാക്കി പറഞ്ഞതല്ല. അതുകൊണ്ട് നിങ്ങൾ കണ്ടാൽ അത് നിങ്ങൾ ഭാവന ചെയ്തിട്ടുള്ള ഈശ്വരൻ മാത്രമായിരിക്കും. അത് ഒരു ഭ്രാന്തി മാത്രമാണ്, കാണാൻ പറ്റില്ല. നിങ്ങൾ എന്തിനെ കണ്ടാലും അത് ലിമിറ്റഡ്. കുറൂരാമ കണ്ടതോ, പൂന്താനം കണ്ടതോ, അല്ലെങ്കിൽ വില്ലുമക്കളത്ത് സ്വാമിയാർ കണ്ടതോ, അതൊന്നും എനിക്കറിയല്ല. ഞാൻ ഇവരെ ആരെയും കണ്ടിട്ടില്ല. ഇവരോടൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചാൽ ഇവരാരും പേടിച്ചിട്ടാണോ അതോ എൻ്റെ നിർഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, ഇതുവരെ എൻ്റെ മുമ്പിൽ ഇവരാരും വന്ന് പെട്ടിട്ടില്ല. ഒന്ന് ചോദിക്കാം. ഇവരൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാ പറയണേ. എന്നാ പിന്നെ ഇവരോടൊക്കെ ഒന്ന് ചോദിക്കായിരുന്നു, ഉള്ളതാണോ? അവരുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം. കാരണം അവരാ കണ്ടു എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ളത്. അതുകൊണ്ടാണ് കാണാൻ പറ്റില്ല, അറിയാൻ പറ്റും. അതിന് ഉത്തമ തെളിവാണ് 11ാമത്തെ അധ്യായം. എന്നാ പിന്നെ അർജുനന്റെ കണ്ണുകൾക്ക് അങ്ങ് കാഴ്ച കൊടുത്താൽ പോരെ. ഇനിയും സഞ്ജയന് ഒരു കാഴ്ച കൊടുക്കുന്നുണ്ട് വ്യാസഭഗവാൻ. ഈ യുദ്ധക്കളത്തിൽ നടക്കുന്നത് മുഴുവൻ നിനക്ക് ഹസ്തിനാപുരിയിൽ ഇരുന്ന് കാണാൻ സാധിക്കും എന്ന് പറയുമ്പോഴും ആ കാണുന്നത് എങ്ങനെയാ? അകക്കണ്ണുകൊണ്ടാണ്. 18 ദിവസം മാത്രം ഓൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു ക്രിക്കറ്റ് കളി ഹോട്ട്സ്റ്റാറിൽ ഉണ്ടെങ്കിൽ ആ കളിയുടെ പീരീഡ് മാത്രമായിട്ട് നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ കിട്ടും. കളി കഴിഞ്ഞാൽ ആ സബ്സ്ക്രിപ്ഷൻ പോകും, പിന്നെ ആ ചാനൽ കാണാൻ പറ്റില്ല. അതേപോലെ സബ്സ്ക്രിപ്ഷൻ ഉള്ള ഒരു ചാനലായിരുന്നു ഈ സഞ്ജയന് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിരുന്നത്. അത് 18ാമത്തെ ദിവസം അതിന്റെ പീരീഡ് കഴിഞ്ഞു, വാലിഡിറ്റി കഴിഞ്ഞു, പിന്നെ കാണാൻ പറ്റില്ല. പിന്നെ കുരുക്ഷേത്രത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ സഞ്ജയൻ നേരിട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് അകക്കണ്ണാണ്. അകക്കണ്ണ് കൊണ്ട് മാത്രമേ ഈശ്വരനെ കാണാൻ സാധിക്കുകയുള്ളൂ. ബാക്കി കണ്ടു എന്ന് പറയുന്നത് ഭ്രമം ആണ്. അപ്പൊ നമ്മൾ ഈ കണ്ടു എന്ന് കേൾക്കുന്നവരുടെ പുറകെ പോവാണ്. പോകുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. എനിക്ക് ആളെ കൂട്ടുന്ന പരിപാടി ഇല്ലാത്തത് കൊണ്ട് ആ പ്രശ്നമേ ഇല്ല. പക്ഷെ ഭ്രമമാണ്, കാണാൻ പറ്റില്ല. നിങ്ങൾ എന്തിനെ കണ്ടാലും, നിങ്ങൾ എന്ത് കേട്ടാലും, നിങ്ങൾ എന്ത് മണത്താലും, നിങ്ങൾ എന്ത് രുചിച്ചാലും, നിങ്ങൾ എന്ത് സ്പർശിച്ചാലും അത് മെഷറബിൾ ആണ്. നോൺ ആയിട്ടുള്ളതെല്ലാം മെഷറബിൾ ആണ്.
നിങ്ങൾക്ക് ഞാൻ എന്ന എൻറ്റൈറ്റി ഉള്ളിടത്തോളം കാലം ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും പരിമിതമായതു മാത്രമാണ്. അപരിമിതമായത് ഇസ് ബിയോണ്ട് യുവർ ലിമിറ്റഡ് കോൺഷ്യസ്നസ്. അതറിയാൻ ഞാൻ ഉണ്ടാവുകയില്ല, എനിക്ക് അത് അറിയാൻ സാധിക്കുകയില്ല. ഞാൻ എന്തറിഞ്ഞാലും അത് ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് മാത്ര എന്നുള്ള വാക്കിന് മെഷറബിൾ ആയിട്ടുള്ളത്, അളക്കപ്പെടാൻ പറ്റുന്നത്, അറിയപ്പെടാൻ പറ്റുന്നത്. മാ എന്നുള്ളതാണ് അതിന്റെ ധാതു. മാത്ര എന്നുള്ള ശബ്ദത്തിന്റെ ധാതു മാ എന്നാണ്. ആ ധാതുവിന്റെ അർത്ഥം അളക്കുക, അറിയുക എന്നാണ്. ഇനി ഇത് വിസർഗമില്ലാത്ത മാത്രയാണ് മാത്ര. വേറൊരു മാത്രയുണ്ട് വിസർഗത്തോടു കൂടിയ മാത്ര. മീയന്തേ പ്രമീയന്തേ അതിരിതി. മീയന്തേ പ്രമീയന്തേ അതിരിതി. ആരാണോ അളക്കുന്നത്, ആരാണോ അറിയുന്നത്, അത് മാത്ര. രണ്ട് വ്യത്യാസം വന്നപ്പോൾ അളക്കപ്പെടുന്നതും അറിയുന്നതും, അളക്കുന്നയാളും അറിയുന്നയാളും. ഒന്ന് ഒബ്ജക്റ്റീവാണ്, മറ്റൊന്ന് സബ്ജക്റ്റീവ്. മാത്ര എന്നുള്ളത് സബ്ജക്റ്റീവാണ്, മാത്ര എന്നുള്ളത് ഒബ്ജക്റ്റീവാണ്. വിസർഗത്തിന്റെ വ്യത്യാസം. ഇപ്പൊ മാത്ര എന്നുള്ള മാ എന്നുള്ളതാണ് അതിന്റെ ധാതു. വിസർഗം അതിന് കുറച്ച് അതിന്റെ ഗ്രാമാറ്റിക്കൽ വ്യത്യാസമാണ്. അതനുസരിച്ച് ഇതിന് അർത്ഥം മാറും. അപ്പൊ മാത്രാസ്പർശ. അപ്പൊ ഇവിടെ മാത്രാഹ എന്നാണ് പറഞ്ഞത്. മാത്രാസ്പർശാസ്തു വിസർഗമില്ല. മാത്രാസ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖത. ഇന്ദ്രിയങ്ങളുടെ വിഷയം എന്താണ് ഇനി അളന്നു തിട്ടപ്പെടുത്തുന്നത്? നമ്മൾ അറിയുന്നതിനെ എല്ലാം അളന്നു തിട്ടപ്പെടുത്തുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്തത് നമുക്കറിയാൻ പറ്റില്ല. മായ എന്നുള്ള വാക്കിനും ധാതു മാ എന്ന് തന്നെയാണ്. അതിന്റെ അർത്ഥം അളവില്ലാത്തതിനെ അളന്ന് തിട്ടപ്പെടുത്തി നിയന്ത്രിക്കുന്നത്. യം എന്നുള്ളത് നിയന്ത്രിക്കുന്നത്. അനന്തമായത്, അനിർവചനീയമായത്, പൂർണ്ണ സ്വതന്ത്രമായതിനെ അളന്ന് തിട്ടപ്പെടുത്തി നിയന്ത്രിക്കുന്നത് മായ. അതെന്താ? അത് ഈശ്വരന്റെ സ്വാതന്ത്ര്യശക്തി. ഏതുപോലെ അപാരമായ അഭിനയ മികവുകളുള്ള ഒരു മഹാനടൻ തൻ്റെ പല കഴിവുകളെയും ഒന്ന് ഒതുക്കി വെച്ച് ഒരു കഥാപാത്രമായി പരിണമിക്കുന്നത് ആ മഹാനടന്റെ സ്വാതന്ത്ര്യ ശക്തി, സർഗാത്മക ശക്തി, ക്രിയേറ്റീവ് പവർ. അപ്പം ആ മഹാനടന് ക്രിയേറ്റിവിറ്റി ഉള്ളത് കൊണ്ട്, ക്രിയേറ്റീവ് പവർ ഉള്ളത് കൊണ്ട്, സർഗാത്മകത, കുറേ വാക്കുകളായിട്ടുണ്ട്, സർഗാത്മകത ഉള്ളത് കൊണ്ട്, സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തൻ്റെ പല കഴിവുകളെയും ഒന്ന് ഒതുക്കി വെച്ച് അദ്ദേഹം ഒരു കഥാപാത്രമായി തീരുന്നു. അവിടെ നിയന്ത്രണം വേണം. സീതയായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പം തൻ്റെ ശൂർപ്പണഖയാവാനുള്ള കഴിവ് പുറത്തേക്ക് ചാടിയാൽ നാടകം കുളാവും. കൃഷ്ണനായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കംസത്വം പുറത്തു വന്നാൽ നാടകം കുളാവും. അപ്പൊ നിയന്ത്രണം വേണം. തൻ്റെ അപാരമായിട്ടുള്ള കഴിവുകളെ, തനിക്ക് പലതരത്തിലുള്ള വികാരങ്ങളെ പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിലും ശിംശപാ വൃക്ഷ ചുവട്ടിൽ സീതയായിട്ടിരിക്കുമ്പോൾ ഒരൊറ്റ വികാരം മാത്രമേ മുഖത്ത് വരാൻ പാടുള്ളൂ, അത് ശോകമാണ്. അപ്പൊ തൻ്റെ അപാരതയെ ഒന്ന് ഒതുക്കി പരിമിതി ആക്കുന്നത് മായാ, ഭഗവാന്റെ മായാവൈഭവം, ഭഗവാന്റെ സ്വാതന്ത്ര്യ ശക്തി എന്നൊക്കെ. ഇതൊക്കെ പരിമിതമായ തോതിൽ നമുക്കുണ്ട്. കാരണം നമ്മൾ ഈശ്വരനാണല്ലോ. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ ഈശ്വരൻ തന്നെയാണ്. അപ്പൊ ഈശ്വരന്റെ മുഴുവൻ ക്വാളിറ്റീസും അതിൻ്റെ പരിമിതമായ തോതില് നമ്മളിലുണ്ടാവും. അപ്പൊ നമ്മളിലുള്ള ഈശ്വരന്റെ ലക്ഷണങ്ങൾ, പരിമിതമായിട്ടുള്ള ലക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ധ്യാന വിഷയമാക്കിയാൽ അപരിമിതമായതിലേക്ക് എത്താം. അതാണ് മെഡിറ്റേഷൻ. മറ്റൊരു മെഡിറ്റേഷൻ ടെക്നിക്ക്. അതിലേക്ക് നമുക്ക് കൂടുതൽ പോയാൽ ഇന്ന് എനിക്ക് കുറച്ച്